ഹായ് ഫ്രണ്ട്സ്, എം ടി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഐസ്ക്രീമാണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. വെനില ഐസ്ക്രീമാണ്. അത് ആദ്യം ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് ചൂടായതിനു ശേഷം നമ്മൾ കോൺഫ്ലവർ 3 സ്പൂൺ എടുത്തിട്ട് അതിൽ ഈ പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, കോൺഫ്ലവർ അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി എടുക്കാം, ഗോതമ്പ് പൊടി എടുക്കാം. കോൺഫ്ലവർ 3 സ്പൂണ്, അതിൽ കുറച്ച് പാലെടുത്ത് നന്നായിട്ട് കലക്കി വെക്കണം. ഇതുപോലെ നന്നായിട്ട് കലക്കി വെക്കണം. കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കി വെച്ചിട്ട് അരിപ്പൊടിയിലും ചെയ്യാം, ഗോതമ്പ് പൊടിയിലും ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലവറാണ്. തിള വന്നിട്ട് പാൽ നന്നായിട്ട് തിള വന്നതിന് ശേഷം കുറച്ച് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് കുറുകി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ മിക്സ് അതിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇട്ടത് ഷുഗറാണ്. ഷുഗർ 5 സ്പൂണാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് കുറുകിയെടുക്കണം. ഷുഗർ ഇട്ട ശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് തിള വന്നു. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ച ഇത് ഒഴിക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വേഗം പെട്ടെന്ന് കട്ടി തട്ടും. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം. ഇങ്ങനെ എടുത്ത് നോക്കിയാൽ അറിയാം നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. നമ്മൾ തവിയിൽ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ അറിയാം. അതിന് മുമ്പ് നമ്മൾ എസൻസ് ഒഴിക്കാൻ, വെനില എസൻസ്. അതില്ലെങ്കിൽ നമ്മൾ ഏലാച്ചി പൗഡർ ഇടാം. ഏലക്കയുടെ പൊടി പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എസൻസാണ് ഒഴിച്ചത്, വെനില എസൻസ്. ഇതുപോലെ ഒരു വറയിട്ട അറിയാം അത് വെന്തിട്ടുണ്ടോ. ഇങ്ങനെ തവിയിൽ ഒരു വറയിട്ട് നോക്കിയാൽ അറിയാം അത് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. നമ്മളിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പോകും. നന്നായിട്ട് തണുത്തു. ഇപ്പോൾ നമ്മളൊരു
മിക്സിയിലിട്ട് നന്നായിട്ട് പാട കെട്ടി വന്നിരിക്കുന്നു. അതിനിങ്ങനെ എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നു. അര ലിറ്റർ പാലിന് 5 സ്പൂൺ ഷുഗറാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ഷുഗർ അനുസരിച്ച് ഇടാം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിൽ അടിച്ചെടുത്തു. ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ ഒളിച്ച് വയ്ക്കാം. ഒളിച്ചിട്ട് നമ്മളൊരു സിൽവർ ഫോയിൽ ഇങ്ങനെ ഇതുപോലെ പാത്രത്തിന് മുകളിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ 3 to 4 hours ഇങ്ങനെ വെക്കണം. അതിന് 4 hours എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോഴേ ആ മയം കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റായിട്ടിരിക്കുന്ന ഐസ്ക്രീമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുത്തു. പിന്നെ ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഒളിച്ചു വയ്ക്കാം. നല്ല സിൽവർ ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് അതിന് മേളിൽ ഒരു അടപ്പ് വെച്ചിട്ട് 8 hours നമ്മൾ വെച്ചിട്ട് എടുക്കാം. മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് ഫ്രീസറിൽ 8 hours വയ്ക്കാം. നമ്മൾ 8 hours കളഞ്ഞ് എടുത്ത് നോക്കിയാണ്. കുറച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എടുത്ത് നോക്കിയാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും. നല്ല ടേസ്റ്റിയാണ് ഐസ്ക്രീമാണ്. വെറും പൊടി മാത്രം മതി. കോൺഫ്ലവർ പൊടിയോ ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അരിപ്പൊടി, ഗോതമ്പൊടി. ബോൾ പോലെ വന്നിരിക്കുന്നു, കണ്ട. നല്ല ടേസ്റ്റാണ് ഐസ്ക്രീമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഒരു ചിലവില്ല. വെറും 1/2 ലിറ്റർ പാൽ മാത്രം മതി. ഇത് ഐസ്ക്രീം റെഡിയായി. നമ്മൾ ടൂട്ടി ഫ്രൂട്ടി വെച്ചിരിക്കുകയാണ് അതിൽ മുകളിൽ. നിങ്ങൾ ഈ ഐസ്ക്രീം ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.